നമസ്കാരം. ദില്ലി സ്ഫോടനത്തിന് ഒരു ദക്ഷിണേന്ത്യൻ കണക്ഷൻ കൂടി ഇപ്പോൾ വരികയാണ്. ദില്ലി സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായി കർണാടക സ്വദേശിയായ ഫൈസൽ എന്നൊരാളുകൂടെ പേരുകൂടി അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫൈസൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി മാറുകയാണ്. കാരണം ഫൈസലാണ് ഈ പറയുന്ന ഡോക്ടർമാർക്ക് എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ ഭീകര ഏജൻസികൾക്ക് വേണ്ടി, ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി നൽകിയിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഡോക്ടർമാരാണ് എങ്കിൽ പോലും ഈ പറയുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ച് അവർക്ക് ബോംബ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും എങ്ങനെയാണ് ഈ ഡോക്ടർമാരുടെ സംഘം ഇത്തരത്തിൽ ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ സംഘടിപ്പിച്ചത് എന്ന സംശയമാണ് അന്വേഷണ സംഘത്തെ ഫൈസലിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ സ്ഫോടക വസ്തുവായ അമോണിയം നൈട്രേറ്റ് രാസവളങ്ങളിൽ നിന്നാണ് ഇവർ വേർതിരിച്ചെടുത്തത്. ഹരിയാനയിലെ നൂഹ് പ്രദേശത്തുള്ള ചില വ്യാപാരികളുമായി ഇവർ ബന്ധപ്പെടുന്നു. അവരിൽ നിന്നും കർഷകർ ഉപയോഗിക്കുന്ന രാസവളം വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നു. ഏതാണ്ട് 26 ലക്ഷം രൂപയ്ക്കോ മറ്റുമാണ് ഇത്തരത്തിൽ രാസവളം വാങ്ങിയത്. ഇതിൽ നിന്നാണ് ഈ അമോണിയം നൈട്രേറ്റ് വേർതിരിച്ചെടുക്കുന്നതും ഇതിനെ പിന്നീട് ബോംബാക്കി മാറ്റുന്നതും. ഈ സാങ്കേതിക വിദ്യ ഈ പറയുന്ന ഡോക്ടർമാരുടെ സംഘത്തിന് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമാകുന്നത്. അത് കർണാടക സ്വദേശിയായ ഫൈസലാണ്. ഇയാൾക്കാണ് ഇത്തരത്തിൽ ബോംബ് ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ കൈവശമുള്ളത്. ഇതെല്ലാം ഇയാൾ വീഡിയോകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ രാസവസ്തുക്കളിൽ നിന്ന്, രാസവളത്തിൽ നിന്നും ഈ പറയുന്ന സ്ഫോടക വസ്തു വേർതിരിച്ചെടുക്കേണ്ടതെന്നും അതുപയോഗിച്ച് എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കേണ്ടതെന്നും അതുപയോഗിച്ച് എങ്ങനെയാണ് സ്ഫോടനം നടത്തേണ്ടത് എന്നുമൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങിയ വീഡിയോകൾ ഈ ഫൈസലാണ് നിർമ്മിക്കുന്നത്. ഈ വീഡിയോകളാണ് ഈ ഡോക്ടർമാർക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ വീഡിയോകളിൽ നിന്ന് കണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇവർ നിർമ്മിക്കുന്നത്. മാത്രമല്ല, ഈ ഫൈസൽ അടക്കമുള്ള ധാരാളം ആളുകൾ ഇത്തരത്തിൽ ഈ പ്രവൃത്തി ഇവിടെ ചെയ്തു വരുന്നുണ്ടെന്നും, കോയമ്പത്തൂരിൽ 2022 നടന്ന കോയമ്പത്തൂർ സ്ഫോടനം, 2023 നടന്ന മംഗളൂരുവിൽ നടന്ന ഒരു ഓട്ടോറിക്ഷ സ്ഫോടനം, ഈ ഓട്ടോറിക്ഷ സ്ഫോടനവും അതുപോലെ തന്നെ കാർ ബോംബ്, കോയമ്പത്തൂരിലെ കാർ ബോംബ് സ്ഫോടനവുമെല്ലാം പാളിപ്പോയ ആക്രമണങ്ങളായിരുന്നു. സ്ഫോടനം നടത്താനായി പ്രഷർ കുക്കറിൽ ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുമ്പോഴാണ് ഈ ഓട്ടോറിക്ഷയിൽ സ്ഫോടനം നടന്നത് ബംഗളൂരുവിൽ. മാത്രമല്ല, കോയമ്പത്തൂരിൽ ഈ സ്ഫോടക വസ്തുക്കളുമായി ഈ കാർ ഒരു ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ച് പോകുമ്പോഴാണ് അവിടെ കാർ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. മാത്രമല്ല, രാമേശ്വരം കഫേ സ്ഫോടനം 2024 അതൊരു ടിഫിൻ ബോക്സിലായിരുന്നു ഈ ബോംബുകൾ കൊണ്ടുവന്നത്. ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിൻ്റെ ഭാഗമാണ് എന്നും അത് പിന്നീട് വളരെ കൃത്യമായി ബോംബുണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഇവർ വികസിപ്പിച്ചുവെന്നും വളരെ തെറ്റില്ലാതെ ഉഗ്ര സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലേക്ക് അവർ പിന്നീട് എത്തി എന്നുമാണ് ദില്ലി സ്ഫോടനം തെളിയിക്കുന്നത്. മാത്രമല്ല, ഈ സ്ഫോടക വസ്തുക്കളും മറ്റായുധങ്ങളുമെല്ലാം ആശുപത്രികളിൽ ശേഖരിക്കാനായിരുന്നു ഭീകരവാദികൾ പദ്ധതിയിട്ടിരുന്നത്. അതായത് ജമ്മു കാശ്മീരിനെ ഒരു ഗാസയാക്കി മാറ്റുക. ഇസ്രായേലിൽ അന്ന് നടന്ന ആക്രമണം പോലെ ഗാസയിലെ ആശുപത്രികളിലും മറ്റുമാണ് ഡ്രോണുകളും റോക്കറ്റുകളും മറ്റ് സ്ഫോടക വസ്തുക്കളുമെല്ലാം ഹമാസ് ശേഖരിച്ചു വച്ചിരുന്നത്. അതുപോലെ ജമ്മു കാശ്മീരിലെ ആശുപത്രികളിൽ ഈ സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ നിർമ്മിച്ച് ശേഖരിക്കുക, ആവശ്യമുള്ളപ്പോഴെല്ലാം സ്ഫോടനം നടത്തുക എന്നതായിരുന്നു പദ്ധതി. ഒരു ചെറിയ ആയുധ ഫാക്ടറി അല്ല ഇവർ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. ഉഗ്ര സ്ഫോടക വസ്തുവല്ല. ഈ 3000 കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വച്ചിരുന്നത് ഒരു വാടക വീട്ടിലായിരുന്നു. ഇത്തരത്തിൽ നിരവധി ആശുപത്രികളിൽ ഈ ഉഗ്ര സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ശേഖരിക്കുക, ആവശ്യം വരുമ്പോൾ ഇത് ഒരു തിരിച്ചടിക്കായി ഉപയോഗിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അതായത് ഹമാസ് മോഡൽ ആക്രമണം ഇന്ത്യയിൽ നടത്താൻ അവർ പദ്ധതി ഇട്ടിരുന്നു എന്ന് 2 ദിവസം മുമ്പ് വാർത്ത പുറത്തു വന്നപ്പോൾ അത് നമുക്കൊരു അവിശ്വസനീയമായ ഒരു വാർത്തയായി തോന്നി. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. എങ്ങനെയാണ് ഇവരുടെ മോഡ് ഓഫ് ഓപ്പറാൻഡി എന്നത് സംബന്ധിച്ചാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് രാസവളങ്ങളിൽ നിന്നും വൻതോതിൽ അമോണിയം നൈട്രേറ്റ് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ ഉഗ്ര സ്ഫോടക വസ്തു ശേഖരം ഉണ്ടാക്കുക, ഈ ശേഖരം ജമ്മു കാശ്മീരിലെ ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഒളിപ്പിച്ചു വയ്ക്കുക, ഇങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുന്ന ആശുപത്രികളുടെ ഒരു ശൃംഖല ഉണ്ടാക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡോക്ടർമാരെ ഇതിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഫൈസൽ എന്ന് പറയുന്ന ബോംബ് നിർമ്മാണ വിദഗ്ധൻ നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും ഈ അടുത്ത കാലത്ത് ഇയാൾ സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ എത്തിയതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം അത് ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഈ ആശുപത്രികൾ ആയുധപ്പുരകളാക്കി മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന വാർത്ത തീർത്തും ഞെട്ടിക്കുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ജമ്മു കാശ്മീരിൽ മുഴുവൻ വലിയ സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ അതെല്ലാം
പാളിപ്പോയിരിക്കുന്നു എന്ന് തന്നെ കണ്ടറിയണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ അവരെല്ലാം നിരവധി ആളുകൾ ഇപ്പോഴും പുറത്താണ്. ഇപ്പോൾ ഒരു ഫൈസലിന്റെ പേര് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ ആളുകൾ പുറത്തുണ്ടാകാം. വിപുലമായ രാജ്യവ്യാപകമായ അന്വേഷണം തന്നെ ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വരും എന്ന ഒരു തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.